ചെകുത്താന്റെ എപ്പിസോഡ് 14ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിവോഴ്സിന് സമ്മതമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന പീയൂഷിന്റെ അടുത്ത് പോകുന്ന നിക്കി ഡിവോഴ്സ് ചെയ്യാൻ പീയൂഷിന് എന്താണ് പ്രശ്നമെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പീയൂഷ്, എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല നിക്കി, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, മരിക്കുന്നതുവരെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ പീയൂഷ് സെന്റിമെന്റായി പറയുന്നത് കേൾക്കുന്ന നിക്കി, നമ്മൾ തമ്മിലുള്ള സ്നേഹം ഉണ്ടായത് കള്ളം പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഉറപ്പിച്ച് നിക്കി പറയുന്നത് കേൾക്കുന്ന പീയൂഷ് കരയുകയാണ്. എന്നിട്ട് എനിക്കും ഡിവോഴ്സിന് സമ്മതമാണെന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞിട്ട് പീയൂഷ് അവിടെ നിന്ന് പോവുകയാണ്. പീയൂഷ് പോകുന്നത് കാണുന്ന നിക്കി പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് ഐ ലവ് യു പീയൂഷ്, എനിക്ക് പീയൂഷിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല, ഞാൻ ജീവനോടെ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് വിവാഹം കഴിക്കാമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിക്കി. ശേഷം എല്ലാവരുടെയും അടുത്ത് പോകുന്ന നിക്കി പീയൂഷ് ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞു എന്ന് എല്ലാവരോടും നിക്കി പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് പീയൂഷ് നിക്കി ഒരുങ്ങി വരികയാണ്. അവരെ കാണുന്ന മന്ത്രവാദി ഞാൻ പറയുന്ന മന്ത്രം പറഞ്ഞ് പൂജ ചെയ്യണമെന്ന് പീയൂഷിനോട് നിക്കിയോടും പറയുകയാണ്. അവർ പൂജ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് സൗദാമിനി വരികയാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള പരിഹാരവുമായാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് രചനയെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. രചനയെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. സുമിത്ര രജനിയുടെ അടുത്ത് പോയിട്ട് സൗദാമിനിയോട് രജനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബോധം പോയതാണെന്ന് സൗദാമിനി പറയുന്നത് കേൾക്കുന്ന സുമിത്ര രജനയെ എടുത്തുകൊണ്ട് പോകാൻ ജോലിക്കാരോട് പറയുകയാണ്. എന്നിട്ട് സുഗുണയോട് പെട്ടെന്ന് മറുമരുന്ന് കൊടുത്ത് രജനയെ ഉണർത്താൻ പറയുകയാണ്. തുടർന്ന് പീയൂഷിന്റെ അച്ഛൻ സൗദാമിനിയോട് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് രജനയെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആർക്കിയോളജിസ്റ്റ് ആണ്, ഞാൻ വരുന്ന വഴി മലയുടെ അടുത്ത് രജന ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു, പാലസിലുള്ളവർ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നു എന്ന് ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ഞാൻ കേട്ടു, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുകയാണ് സൗദാമിനി. ഇത് കേൾക്കുന്ന പീയൂഷ് ഇനി ഈ ചടങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പീയൂഷ് അച്ഛനോട് ചോദിക്കുമ്പോൾ രചനയുടെ ബോധം തെളിഞ്ഞതിന് ശേഷം രചന തന്നെ മാലിക്കിന് ഫുഡ് കൊടുക്കുമെന്ന് പറയുകയാണ് പീയൂഷിന്റെ അച്ഛൻ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കപാലിക ഞാൻ എപ്പോഴൊക്കെ നിക്കി മരിക്കുന്നത് കാണാൻ കാത്തിരിക്കുമോ അപ്പോൾ ആരെങ്കിലും രക്ഷിക്കാൻ വരും, നിക്കി വളരെ ലക്കി ആണെന്ന് വിഷമിച്ച് പറയുകയാണ് കപാലി. മറുവശത്ത് സുഗുണ രചനയ്ക്ക് ബോധം വരാനുള്ള മറുമരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ രചന കണ്ണു തുറക്കുകയാണ്. എഴുന്നേൽക്കുന്ന രചനയോട് മാലിക്കിന് ചെകുത്താൻ ഫുഡ് കൊടുക്കാൻ പറയുകയാണ്. ശേഷം ഭവാനിയുടെ കൂടെ മാലിക്കിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് രചന. രചന പോകുന്നത് നോക്കി നിൽക്കുകയാണ് നിക്കി. ഞാൻ പോയിരുന്നു എങ്കിൽ മാലിക്കിനെ നേരിട്ട് കണ്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുന്ന നിക്കിയുടെ അടുത്ത് പീയൂഷ് വരികയാണ്. എന്നിട്ട് പീയൂഷ് നിക്കിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിക്കിയുടെ ചെവിയിൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് ഒത്തിരി പേടിച്ചു പോയി എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി എന്ത് നടന്നാലും അത് താൽക്കാലികമാണ്, എനിക്ക് പീയൂഷ് അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അവർ റൊമാൻറ്റിക്കായി പരസ്പരം നോക്കി നിൽക്കുകയാണ്. മറുവശത്ത് മാലിക്കിന് ഫുഡുമായി രചന പാലസിന്റെ അകത്ത് കയറുകയാണ്. രചന പേടിച്ച് വിറച്ചാണ് അകത്തേക്ക് പോകുന്നത്. ഈ സമയം നിക്കി കുട്ടികൾക്ക് വെള്ളവും മരുന്നും കൊടുക്കുകയാണ്. ശേഷം ചെറിയ വാതിലിന്റെ അടുത്ത് പോകുന്ന രചന പെട്ടെന്ന് വാതിൽ തുറന്ന് ഫുഡ് അകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഫുഡ് കൊണ്ടുവന്നു എന്നറിയുന്ന മാലിക് ഫുഡിന്റെ അടുത്ത് പോയിട്ട് എന്റെ പ്രഷ്യസ് നിക്കി ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞ് ആർത്തിയോടെ കഴിക്കുകയാണ്. ഇതെല്ലാം അവിടെ വരുന്ന കപാലി കാണുകയാണ്. മാലിക് അങ്ങനെ ഫുഡ് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ട് ഇഷ്ടമില്ലാതെയും ദേഷ്യത്തോടെ നിൽക്കുകയാണ് കപാലി. ഇതേ സമയം കുട്ടികളെല്ലാം കണ്ണു തുറക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഗ്രാമത്തിലുള്ളവർ രാജാവിനെ നോക്കി ജയ് വിളിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഭവാനി രചനയുമായി വരികയാണ്. രചനയെ കാണുന്ന സൗദാമിനി ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കുകയാണ്. ബോധം തെളിയുന്ന രചനയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് ഞാനാണ് നിന്നെ രക്ഷിച്ചത്, നിന്നെ പാലസിലുള്ളവർ സ്നേഹിക്കുന്നത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, ഈ പ്രത്യേക നാളിൽ ജനിച്ചത് കൊണ്ടാണ് നിന്നെ അവർ പാലസിൽ മാലിക്കിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്, നിന്റെ വില നീ തിരിച്ചറിയണം, നീ വേലക്കാരിയായി ജീവിക്കാനുള്ളവളല്ല എന്നൊക്കെ പറഞ്ഞ് രചനയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് സൗദാമിനി. എന്നിട്ട് രചനയോട് എങ്ങനെയെങ്കിലും മാലിക്കിനെ കാണാനുള്ള അവസരം നീ എനിക്ക് ഉണ്ടാക്കി തരണം, എങ്കിൽ മാലിക്കിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നിധിയുടെ കുറച്ച് നിനക്ക് തരാമെന്ന് പറയുന്നത് കേൾക്കുന്ന രചന ആലോചിച്ചിരിക്കുകയാണ്. ശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. സൗദാമിനി പോകുന്നു എന്ന് എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ സൗദാമിനി പോകുന്നത് കാണുന്ന രചന സുമിത്രയുടെ അടുത്ത് പോയിട്ട് അന്ന് രാത്രി എനിക്ക് പേടി തോന്നിയപ്പോൾ മാലിക്കിനെ കുറിച്ച് സൗദാമിനിയോട് എല്ലാം പറഞ്ഞു എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന സുമിത്ര ഈ ഫൂറിൻകെട്ടിലെ രഹസ്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആള് മരിക്കണം, ഇല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഈ ഫൂറിൻകെട്ടിൽ കഴിയണമെന്ന് സുമിത്ര പറയുന്നത് കേൾക്കുന്ന പീയൂഷിന്റെ അച്ഛൻ സൗദാമിനിയോട് അവിടെ നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ് ചെയ്തു തന്നത്, അതിന് പകരം നിങ്ങൾ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കണമെന്ന് പറയുകയാണ്. ആദ്യം സമ്മതിക്കാതെ നിൽക്കുന്ന സൗദാമിനി പിന്നീട് സമ്മതമെന്ന് പറയുകയാണ്. ശേഷം കിച്ചണിൽ നിൽക്കുന്ന രചനയുടെ അടുത്ത് വരുന്ന നിക്കി അന്ന് നീ മാലിക്കിനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെറുതായി കണ്ടു, പക്ഷേ അപ്പോൾ എന്റെ കണ്ണിൽ ശരീരത്തിൽ നിറയെ പുഴുക്കൾ ഇരിക്കുന്നതും ഒരു മനുഷ്യന്റെ വായ്ക്കകത്ത് ശൂലം കുത്തിയിരിക്കുന്നതും കണ്ട് ഞാൻ പേടിച്ചു എന്ന് രചന പറയുമ്പോൾ ഞാനും ഇതൊക്കെയാണ് സ്വപ്നത്തിൽ കാണാറുള്ളതെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നിക്കി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം രചനയുടെ അടുത്ത് വരുന്ന സൗദാമിനി പഴയ പാലസിലെ താക്കോൽ എങ്ങനെയെങ്കിലും എടുത്തു തരാൻ രചനയോട് പറഞ്ഞിട്ട് സൗദാമിനി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് രചന. മറുവശത്ത് നിക്കിയുടെ ജന്മരഹസ്യം അറിയാൻ വേണ്ടി ചെകുത്താൻ ലോകത്തെ മാന്ത്രികനായ കാൽമുഖിയെ കാത്തു നിൽക്കുകയാണ് കപാലി. അപ്പോൾ അവിടേക്ക് കാൽമുഖി കിണറ്റിലെ ഭൂതത്തിനോടൊപ്പം വരികയാണ്. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് കാൽമുഖി ചോദിക്കുമ്പോൾ എനിക്കൊരു പെൺകുട്ടിയുടെ ജന്മനക്ഷത്രം അറിയണം, അവൾ രാജ് പാലസിലെ മരുമകളാണെന്ന് പറയുന്നത് കേൾക്കുന്ന കാൽമുഖി ആ പെൺകുട്ടിയെ ഇപ്പോൾ ചെകുത്താൻ ലോകത്ത് ഫേമസ് ആണ്, അവളുടെ ജാതകം അറിയാൻ അവളുടെ മുടിയും നഖവും വേണമെന്ന് പറയുകയാണ് കാൽമുഖിയും. മറുവശത്ത് റൂമിലിരിക്കുന്ന നിക്കിയുടെ കയ്യിലെ ചെകുത്താന്റെ അടയാളം കത്തുകയാണ്. അപ്പോൾ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് നിക്കി. ശേഷം നിക്കി വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള ഭംഗിയുള്ള കാഴ്ചകളെല്ലാം ആസ്വദിക്കുകയാണ് നിക്കി. തുടർന്ന് നിക്കി അവിടെ ഒരു ചെറിയ കുളം കാണുകയാണ്. അതിന്റെ അടുത്തിരിക്കുന്ന നിക്കിയുടെ നിഴൽ വെള്ളത്തിൽ കണ്ട് പേടിക്കുകയാണ്. എന്നെ മനസ്സിലായില്ലേ നിക്കി എന്ന് ആ നിഴൽ ചോദിക്കുന്നത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നിക്കി. പെട്ടെന്ന് നിക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എല്ലാം വരണ്ട പ്രദേശം പോലെ ആവുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിക്കി. അപ്പോൾ അവിടേക്ക് ഒരാൾ വാളുമായി നിക്കിയെ ഉപദ്രവിക്കാൻ
വരുമ്പോൾ നിക്കി കൈ കൊണ്ട് തടയുകയാണ്. കൈ മുറിഞ്ഞത് കണ്ട് വേദന കൊണ്ട് കരയുന്ന നിക്കിയുടെ അടുത്തേക്ക് അയാൾ വരികയാണ്. അയാൾ നിക്കിയെ കുത്താൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കയ്യിലെ അടയാളം നിക്കി കാണുകയാണ്. അയാൾ കുത്തുന്നതും നിക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതെല്ലാം നിക്കി കണ്ട സ്വപ്നമായിരുന്നു. പെട്ടെന്ന് നിക്കി കയ്യിൽ നോക്കുമ്പോൾ ആ വെട്ടുകൊണ്ട അടയാളം കയ്യിൽ കാണുകയാണ് നിക്കി. ആ അടയാളം കാണുന്ന നിക്കി ഇതിന്റെ ബർത്ത് മാർക്ക് ആണെന്ന് സിസ്റ്റർ അനിത പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുകയാണ് നിക്കി. അപ്പോൾ നിക്കിക്ക് സ്വപ്നത്തിൽ കണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ നടന്ന സംഭവമാണെന്ന് തോന്നുകയാണ്. സൗദാമിനിക്ക് താക്കോൽ കിട്ടുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്